തൻ്റെ പീഡാസഹനങ്ങളിലൂടെ നാം ഓരോരുത്തരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിച്ച യേശു കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കാൽവറി ക്രൂശിനെ ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ വലിയ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇന്ന് വലിയ നോമ്പിലെ 13-ാം ദിനം. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ആധാരമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചു കൊള്ളട്ടെ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. ഈ ലോക ജീവിതം അതൊരു കാത്തിരിപ്പാണ്. എന്തിൻ്റെ കാത്തിരിപ്പ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു? അത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായുള്ള കാത്തിരിപ്പാണ്. അവൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായുള്ള ഒരു കാത്തിരിപ്പാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു അപജയം നാം ശ്രദ്ധയോടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്, നാം ഈ കാത്തിരിപ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് അറിഞ്ഞുമറിയാതെയോ വ്യതിചലിച്ചു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമെന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അപജയം. നാം ലക്ഷ്യം വെച്ച് ഓടുന്നത് നിത്യതയെന്ന അനുഭവമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പലപ്പോഴും നമ്മുടെ ഓട്ടത്തിൻ്റെ ഈ ലോക യാത്രയുടെ അനുഭവങ്ങളുടെ മധ്യേ നമ്മെ ഭ്രമിപ്പിച്ചു കളയുന്ന പല കാഴ്ചകളും നമ്മെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ കാരണമായിത്തീരുന്നുണ്ട്. ഈ ലോകം, അതിൻ്റെ ജീവിതവും, ഈ ലോക ജീവിതം ഏറ്റവും സുന്ദരമായ ഒന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് ഈ മനുഷ്യ ജീവിതവും അവന് ജീവിക്കുവാനായി ദൈവം നൽകിയ മനോഹരമായ പ്രപഞ്ചവും. എന്നാൽ ഈ ലോക ജീവിതത്തിലൂടെ ഞാൻ എത്തപ്പെടേണ്ട ഒരിടമുണ്ട്. അത് ദൈവം തമ്പുരാൻ എനിക്കായി ഒരുക്കിയിരിക്കുന്ന കനാൻ ദേശമാണ്. താൻ കൈപ്പണിയല്ലാതെ നിർമ്മിക്കുന്ന, ഒരുക്കുന്ന നിത്യജീവന്റെ അനുഭവമാണ്. ഞാനും നിങ്ങളും അറിഞ്ഞുമറിയാതെയും ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണമായി മാറുന്നതാകട്ടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ മനോഹരമായ ജീവിതവും, ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നൈമിഷികമായ സുഖാനുഭവങ്ങൾ. അത് നമ്മെ പലപ്പോഴും നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യത്തിൻ്റെ ബോധത്തിൽ നിന്ന്, ലക്ഷ്യാവബോധത്തിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. യേശു കർത്താവ് തിരസ്കരിക്കപ്പെട്ട ദിനം നാം ഓർക്കുന്നുണ്ടല്ലോ. പത്രോസ് അന്ന് യേശുവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, കർത്താവേ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നന്ന് എന്നാണ്. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ 3 കുടിലിവിടെ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ഇവിടെ കുടിൽ കെട്ടി താമസിക്കുന്നത് നല്ലത്. കാരണം അത്ര മനോഹരമായൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകാം. നീ തിരസ്കരിക്കപ്പെട്ടവനായി
നിന്റെ തേജോമയമായ രൂപം കണ്ണിന്റെ മുൻപിൽ കൺകുളിർക്കെ കണ്ട ഒരു കാഴ്ച, ആ കാഴ്ച അനുഭവം തന്നെ മതി എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഈ കാഴ്ച അത് എന്നേക്കുമായുള്ള കാഴ്ചയല്ല, മറിച്ച് നമുക്കൊരു ഇറക്കമുണ്ട് ഈ മലമുകളിൽ നിന്ന് താപ്പോട്ട് എന്ന് യേശു പത്രോസിനോട് പറഞ്ഞ പോലെ ഈ ലോകത്തിലെ നമ്മെ ഭ്രമിപ്പിച്ച് കളയുന്ന അനേക കാഴ്ചകളുണ്ട്. യേശു പത്രോസ് കണ്ട കാഴ്ച യേശുവിനെ തേജസ്വീകരിക്കപ്പെട്ട കാഴ്ചയാണെങ്കിൽ അതിന് വിപരീതമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്നും നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ മൂല്യങ്ങളെ തകർത്ത് കളയുന്നതായ ഒത്തിരി നൈമിഷികമായ അനുഭവങ്ങൾ ഉള്ള ഒരു ലോകത്ത്, കാഴ്ചകൾ ഉള്ള ഒരിടത്താണ് നാം ജീവിക്കുക. എന്നാൽ ഈ കാഴ്ചകളുടെ ഭ്രമിപ്പിക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മുടെ നിത്യത എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റി ചിന്തിക്കുവാൻ, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ബോധത്തെ കൃത്യമായി ഫോക്കസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടയായി തീരുക. അവിടെയാണ് നമ്മെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുക, നാം കാത്തിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ടാണ്. ആ കാത്തിരിപ്പിന് വേണ്ടി നാം ഒരുക്കമുള്ളവരായി തീരുമ്പോഴാണ് എൻ്റെ ലക്ഷ്യം അത് ഒരിക്കലും വിട്ടുകളയാതെ അതിലേക്ക് സഞ്ചരിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന അനുഗ്രഹീതരായി നമുക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കോണം ഇടയായി തീരുക. നമ്മുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഈ നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ത് എന്ന് നാം തിരിച്ചറിയേണ്ടതും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഈ ദിനങ്ങൾ നമ്മെ സാധ്യമായി തീരണം. അപ്രകാരം ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കു വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ദൈവജനമായി നമ്മെ തന്നെ രൂപപ്പെടുത്തുവാൻ, പരുവപ്പെടുത്തുവാൻ ഈ നോമ്പ് ദിനങ്ങൾ നമുക്ക് ഇടയായി തീരട്ടെ. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.